വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസി ഡിസ്ചാർജിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഒരുപാട് തവണ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും സംശയമുള്ള ഒരു ടോപ്പിക്കാണ് പ്രഗ്നൻസി ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്ചാർജിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡൗട്ട്സും ക്ലിയർ ആയി കിട്ടും കേട്ടോ. എന്താണ് പ്രഗ്നൻസി ഡിസ്ചാർജ്, എപ്പോൾ മുതലാണ് ഇത് കണ്ടുവരുന്നത്, എന്തോരമാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി, ഇതിന് സ്മെല്ല് ഉണ്ടാകുമോ, ഇതിൻ്റെ ടെക്സ്ചർ എന്താണ്, ഇതിൻ്റെ ഇറിറ്റേഷൻ എന്താണ്, എപ്പോൾ മുതൽ തുടങ്ങി എപ്പോൾ ഇത് അവസാനിക്കും എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ക്ലിയർ ആയിട്ട് കേട്ടോളൂ. ഇമേജസ് എനിക്ക് ആഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ നോക്കട്ടെ, പറ്റുന്നതെടുത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇമേജസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഡിസ്ചാർജാണ് സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്ടിൽ നിന്ന് വരുന്നതാണ്, അതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാൻ പാടില്ലെന്നാണ് യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻ. ഞാനൊന്ന് നോക്കട്ടെ, വേറെ എന്തെങ്കിലും ക്ലിയർ ഡെമോ ഉണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താണ് പ്രഗ്നൻസി ഡിസ്ചാർജ് എന്ന് നമുക്ക് നോക്കാം. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയം മുതൽ നമ്മുടെ ബോഡി പാർട്സിലോട്ടൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നുണ്ട്. അതിൽ നിന്ന് സെർവിക്സിൽ നിന്ന് പ്രൊഡ്യൂസ് ആകുന്ന ഒന്നാണ് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. കൂടാതെ ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും സർജ് ഉണ്ടാകുന്ന സമയത്തും നമ്മുടെ ശരീരത്തിലെ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് ഈ വൈറ്റ് ഡിസ്ചാർജ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കാണാനായിട്ട് സാധിക്കും. അടുത്തൊരു റീസൺ ആണ്, നമ്മുടെ ഗർഭസ്ഥ ശിശുവിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവിക്സ് നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വൈറ്റ് ഡിസ്ചാർജ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കാണപ്പെടാറുണ്ട്. എല്ലാവർക്കും വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾക്ക് ഡിസ്ചാർജ് ഉണ്ടാവാതെ ഡ്രൈനസോട് കൂടിയിട്ടായിരിക്കും പ്രഗ്നൻസി ത്രൂ ഔട്ട് ഉണ്ടാവുന്നത്. ചില ആളുകൾക്ക് ഡിസ്ചാർജ് ഉണ്ട്, വല്ലപ്പോഴും മാത്രം ഇച്ചിരി എന്തോ ഉണ്ട്, അങ്ങനെയുള്ള രീതിക്കും ഡിസ്ചാർജ് കണക്കാക്കപ്പെടാം കേട്ടോ. ഒരിക്കലും പ്രഗ്നൻസിയെ പൂർണ്ണമായിട്ടും ഇത് പ്രഗ്നന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നല്ല വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഉണ്ടാകും, ചില ആളുകൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ വൈറ്റ് ഡിസ്ചാർജിനെ പൂർണ്ണമായിട്ടും കൺക്ലൂഡ് ചെയ്തിട്ട് ഇത് പ്രഗ്നൻസിയുടേതാണെന്ന് പറയാനായിട്ട് സാധിക്കാത്തത് കേട്ടോ. ഈ പ്രൊട്ടക്ഷൻ കൊടുക്കാനും എംബ്രിയോനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് ഡിസ്ചാർജ് കൂടുതലായിട്ട് ഉണ്ടാവുന്നതെങ്കിലും ചിലർക്ക് ഡ്രൈനസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം അവരുടെ എംബ്രിയോയ്ക്ക് അതുപോലെ സേഫ് അല്ല, പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല എന്നൊന്നും അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് ആ ഹോർമോൺ സർജിനോട് എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഏറ്റവും ആദ്യത്തേത്, എന്താണ് പ്രഗ്നൻസി ഡിസ്ചാർജിന്റെ ടെക്സ്ചർ, അതായത് അതിന്റെ ഘടന എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രഗ്നൻസി ഡിസ്ചാർജ് നോർമലി തിന്നായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകളിലും കാണപ്പെടുന്നത്. തിൻ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ മിൽക്കി വൈറ്റ്, നമ്മുടെ പാൽപ്പാടയില്ലേ, ആ പാൽപ്പാടയുടേതുപോലെ ഒരുപാട് കട്ടിയൊന്നും ഇല്ലാത്ത ടൈപ്പിൽ കാണപ്പെടാം. പക്ഷെ മറ്റു ചില ആളുകൾക്ക് ഈ ഒരു ഡിസ്ചാർജിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഭയങ്കര വാട്ടറി ആയിരിക്കും. അതായത് വെള്ളം പോകുന്നത് പോലെയുള്ള രീതിക്ക് ഡിസ്ചാർജ് പോകുന്നവരുണ്ടാകും. ചിലവർക്ക് തിക്കായിരിക്കും, ചിലർക്ക് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. ഈ ഇത്രയും രീതിക്ക് ഞാൻ പറയുന്നത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിക്ക് പ്രഗ്നൻസി ഡിസ്ചാർജ് അനുഭവപ്പെടാം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഈ രീതിക്കൊക്കെ നമുക്ക് ഡിസ്ചാർജ് അനുഭവപ്പെടാം. ഇതിനെ മറ്റുള്ള പ്രഗ്നൻസി ഡിസ്ചാർജ്, മറ്റുള്ള ശരീരത്തിൽ നിന്നുണ്ടാവുന്ന ഡിസ്ചാർജിനെ വെച്ചിട്ട് നമ്മൾ ഇതിനെ വേർതിരിച്ചെടുക്കുന്നത് ഇതിൻ്റെ സ്ട്രെച്ച് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി വെച്ചിട്ടാണ് കേട്ടോ. അതായത് ഇത് നന്നായിട്ട് വലിയുന്ന തരത്തിലുള്ളതായിരിക്കും. നമ്മുടെ കയ്യിൽ ഈ ഡിസ്ചാർജ് കിട്ടിയിട്ട് വിരലുകൾക്കിടയിലൂടെ നമ്മളിതൊന്ന് വലിക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നീളത്തിലൊക്കെ വലിയുന്ന തരത്തിലുള്ളതായിരിക്കും ഈ ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ചിലവരിൽ തിന്നായിരിക്കും, തിന്നെന്ന് പറയുന്നത് കട്ടി ഒട്ടും തന്നെ ഇല്ലാത്തത്. ചിലവരിൽ തിക്കായിരിക്കും, ചിലവർക്ക് വാട്ടറി ആയിരിക്കും, ചിലർക്ക് സ്മൂത്ത് ആയിട്ടുള്ള രീതിക്കായിരിക്കും. എനിവേ, പ്രഗ്നൻസി ഡിസ്ചാർജ് നമുക്ക് കണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ, ഇതിൽ സ്മെല്ല് ഉണ്ടാകുമോ എന്നതിനെ പറ്റിയിട്ടാണ്. നോർമലി നമുക്ക് ശരീരത്തിൽ നിന്ന് പോകുന്ന ഒരു ഹെൽത്തി വജൈനൽ ഡിസ്ചാർജിനും സ്മെല്ല് ഉണ്ടാവാറില്ല. പ്രഗ്നൻസി വജൈനൽ ഡിസ്ചാർജും ഹെൽത്തി ആയിട്ടുള്ള ഒരു വജൈനൽ ഡിസ്ചാർജ് ആണ് നിങ്ങൾക്ക് ഉണ്ടായതെങ്കിൽ അതിലും നിങ്ങൾക്ക് സ്മെല്ല് ഉണ്ടാകാനായിട്ട് ചാൻസ് ഇല്ല. അൺഹെൽത്തി വജൈനൽ ഡിസ്ചാർജ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ശരീരത്തിൽ കൂടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജിന് മാത്രമേ ഒരു ഫൗൾ സ്മെല്ല് ഉണ്ടാവുകയുള്ളൂ. സവാളയോ ഉള്ളിയോ ഒക്കെ ചെയ്യുന്നത് പോലുള്ള സ്മെല്ല്, അല്ലെങ്കിൽ മീനിന്റെ പോലുള്ള സ്മെല്ലൊക്കെ ഈ അൺഹെൽത്തി വജൈനൽ ഡിസ്ചാർജിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നോർമലി പ്രഗ്നൻസി വജൈനൽ ഡിസ്ചാർജ് സ്മെല്ലില്ലാത്തതായിരിക്കും. പിന്നെ നമ്മൾ മൂക്കിന്റെ അങ്ങ്
വരെയും കൊണ്ടുപോയിട്ട് മണപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നേരത്തെ ഒരു സ്മെല്ലും നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ അതൊരിക്കലും നമ്മുടെ മൂക്കിലോട്ട് തറച്ചു കയറുന്ന രീതിക്ക് ഫൗളായിട്ടുള്ള സ്മെല്ലാവില്ല എന്നുള്ള കാര്യവും കൂടെ നിങ്ങൾ നോക്കണം. ഇനി ഉണ്ടാകുന്ന ഡിസ്ചാർജ്, നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡിസ്ചാർജ് ഇതുപോലെ സ്മെല്ലുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് മൂലമാണ് നിങ്ങൾക്ക് വരുന്നതെന്ന്. ഈസ്റ്റ് ഇൻഫെക്ഷൻ പോലുള്ള കണ്ടീഷൻസ് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഡിസ്ചാർജുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത്, ഇനി ഈ ഡിസ്ചാർജിന് ഇറിറ്റേഷൻ ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. നോർമലി പോകുന്ന ഡിസ്ചാർജ് അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ അതിൽ പറയത്തക്ക രീതിക്ക് ഒരു ഇറിറ്റേഷൻ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഇല്ല. നേരെ മറിച്ച് ഓവുലേഷൻ നടക്കുന്ന സമയത്തൊക്കെ വൈറ്റ് ഡിസ്ചാർജ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസ് നിങ്ങൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ പോകുന്നുണ്ടെങ്കിൽ അത് പാൻറ്റീസിലും നിങ്ങളുടെ തൊടയുടെ ഭാഗത്തും ഒക്കെ ടച്ച് ചെയ്യുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവാനായിട്ട്, ആ തൊടയിടുക്കിൽ നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട്. ഇത് വജൈനയ്ക്ക് പുറമേ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. വജൈനയുടെ അകത്ത് നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടാകാനായിട്ട് ചാൻസ് ഇല്ല. പ്രഗ്നൻസി ഡിസ്ചാർജിനും ഓവുലേഷൻ ഡിസ്ചാർജിനും വജൈനയുടെ അകത്ത് നിങ്ങൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടില്ല. ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് ചൊറിച്ചിൽ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്തോ മറ്റുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാലോ നിങ്ങളുടെ വജൈനയുടെ pH ബാലൻസിൽ വ്യത്യാസം ഉണ്ടാകാം. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഇറിറ്റേഷനും ചൊറിച്ചിലും അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതല്ലാതെ ഇത് പാൻറ്റീസിലാകുന്ന സമയത്തോ നിങ്ങളുടെ തൊടയിടുക്കിലാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചൊറിച്ചിലല്ലാതെ മറ്റൊരു തരത്തിലുള്ള അസ്വസ്ഥതകളും നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല. പ്രഗ്നൻസി ഡിസ്ചാർജ് എക്സസ് ക്വാണ്ടിറ്റിയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പാൻറ്റി ലൈനർ പോലുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് കുറഞ്ഞു പോയിക്കോളും. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് പോകുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ഡോക്ടറോട് പറയാനായിട്ട് നോക്കുക. ആ ഒരു കണ്ടീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ മെഡിസിൻ തരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇത് എപ്പോ മുതലാണ് കണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ആളുകളുടെ സംശയമാണത്. ഇന്ന ദിവസം ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ട് ചേച്ചി, അത് പ്രഗ്നൻസി ഡിസ്ചാർജ് ആണോ എന്ന് ചോദിക്കുന്നവരാണ് ഒരുപാട് ആളുകൾ. നമുക്ക് ഡിസ്ചാർജ് കാണപ്പെടുന്നത് എപ്പോഴാണോ നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ആ ഒരു ടൈം മുതൽ ബോഡിയുടെ എല്ലാ ആക്ടിവിറ്റീസും നന്നായിട്ട് ഓൺ ആയിരിക്കും. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടണം, ശരീരം അത്രയും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങണം, ഓരോ അവയവങ്ങളും പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുതൽ തന്നെ നിങ്ങൾക്ക് ഡിസ്ചാർജ് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഏറ്റവും ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കണ്ടിട്ടില്ലെങ്കിലും ഏകദേശം ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 10th or 12th ഡേ മുതൽ ഈ ഡിസ്ചാർജ് നിങ്ങൾക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇത് എത്ര ദിവസം വരെ ലാസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യവും കൂടി നമുക്ക് നോക്കാം. നോർമലി ഹോർമോൺസ് അതിന്റെ പീക്കിൽ നിൽക്കുന്ന സമയമാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ എൻഡോടടുക്കുന്ന ഒരു സമയം. ആ സമയം വരെ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്വാണ്ടിറ്റിയിൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നത്. പൊതുവെ സെക്കൻഡ് ട്രൈമസ്റ്റർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്ചാർജ് പോകുന്നതിന്റെ അളവ് നന്നായിട്ട് കുറവായിരിക്കാം. ദെൻ ലാസ്റ്റ് ട്രൈമസ്റ്ററിലോട്ട് അടുക്കുന്ന സമയത്ത് ഏകദേശം ഡെലിവറി ഡേറ്റ് ഒക്കെ അടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്ചാർജ് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. കമ്പാരിറ്റീവ്ലി രാത്രി സമയങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് രാവിലെ സമയങ്ങളിലായിരിക്കും ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് അധികം ഡിസ്ചാർജ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാനായിട്ടൊക്കെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലോട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ഡിസ്ചാർജ് വളരെയധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒരു ലൈൻ ഡൗൺ പൊസിഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഡിസ്ചാർജ് കീഴ്പോട്ടേക്ക് വന്നിട്ട് കൂടുതൽ പാൻറ്റീസിൽ കാണാനായിട്ടുള്ള ചാൻസ് കുറവായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ ബ്രഷ് ചെയ്യാനായിട്ടൊക്കെ പോകുമ്പോൾ ബോഡി ഒരു ഗ്രാവിറ്റി ഫോഴ്സ് കീഴ്പോട്ടേക്ക് വരുന്നത് കൊണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് വളരെയധികം കൂടുതൽ ഡിസ്ചാർജ് ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, അലക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മോപ്പ് വെച്ചിട്ട് തുടക്കുന്ന സമയത്തോ ഒക്കെ നിങ്ങളുടെ ബോഡി അത്യാവശ്യം നന്നായിട്ട് ഫിസിക്കലി ആക്റ്റീവ് ആകുന്നത് കൊണ്ട് ഈ ഒരു സമയത്ത് മോർ ഡിസ്ചാർജ് നിങ്ങൾക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് അവരുടെ വജൈന ഡിസ്ചാർജിലെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്. ഈ ഒരു ഡിസ്ചാർജ് ഇല്ലെങ്കിലും ഫുൾ ഡ്രൈനസ് ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഇതുപോലെ ചൊറിച്ചിലോട് കൂടിയിട്ടും കട്ടത്തൈര് പോലെയുള്ള ഡിസ്ചാർജും പുകച്ചിലോട് കൂടിയിട്ടുള്ള ഡിസ്ചാർജ് പോയിട്ടും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നവരുണ്ട്. ആ ഒരു കണ്ടീഷനെ പറയുന്നതാണ് ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ മാത്രം ഉണ്ടായിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരുപാട് സ്ത്രീകളും ഉണ്ട്. നമ്മുടെ pH ബാലൻസിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ടും വജൈനയുടെ പെട്ടെന്ന് ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷന്റെ ചേഞ്ചസും അങ്ങനെ പല മാറ്റങ്ങൾ ബോഡിയിൽ വരുന്നതും നിങ്ങൾക്ക് ആ ഒരു pH ബാലൻസിൽ വ്യത്യാസം കൊണ്ടുമൊക്കെ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ എക്സ്പെക്ടഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കണം. അഥവാ വരുന്നില്ലെങ്കിൽ പോകുന്ന രക്തം എത്രത്തോളം ആണെന്നുള്ള ക്വാണ്ടിറ്റി
പോയിട്ട് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആണോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കൺഫേം ചെയ്യാനായിട്ട് നോക്കണം. ചില ആളുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ഡോക്ടറെ കണ്ടിട്ട് അത് പറയാനായിട്ട് പേടിയാണ്. ഒരിക്കലും നിങ്ങൾ ആ ഒരു മടി കാണിക്കരുത്. ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്ന സമയത്ത് ഉള്ളിൽ കഴിക്കാനായിട്ട് മെഡിസിൻ ഡോക്ടർ തരുന്നതോടൊപ്പം ഇന്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ്, വി വാഷ് പോലുള്ള എന്തെങ്കിലും പ്രൊഡക്ട്സ് ഡോക്ടേഴ്സ് തരാറുണ്ട്. അതും കൂടി യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻഫെക്ഷൻ മാറിപ്പോയിക്കോളും. അതല്ലാത്ത സമയത്ത് നിങ്ങൾ ഒരിക്കലും ഇന്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നാച്ചുറലി വജൈനയ്ക്ക് ഒരു ക്ലീനിങ് പ്രോസസ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ ഹാംഫുൾ ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഫ്രാഗ്രൻസ് ഉള്ള സോപ്പോ ഇന്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സോ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യകതയില്ല. നോർമൽ ടാപ്പ് വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനത്ത ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട്, ഡെറ്റോൾ ഒന്നും വിടാതെ അനത്ത ഒരു ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഇടയ്ക്ക് മാത്രം ക്ലീൻ ചെയ്യേണ്ട ആവശ്യകതയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.